എന്താ രസല്ലേ ഈ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട്. ഞാനിപ്പോ തമിഴ്നാട്ടിലൊന്നുള്ള നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അത് എന്റെ സ്ഥലത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓണത്തിന് ഒരു 2 മാസം മുമ്പാണ് ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓണം കഴിയുന്നതോടുകൂടി ഈ ഒരു വ്യൂ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഓണത്തിന് ഒരു 2 മാസം മുമ്പ് ഇവിടെ വിത്തിറക്കി കഴിഞ്ഞ് കറക്റ്റ് ഓണം അടുക്കുമ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ 3 വർഷമായി തുടർച്ചയായി ഞാനിപ്പോ ഇത് കാണുന്നുണ്ട്. കാണുമ്പോൾ വിചാരിക്കും ഒന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന്. പക്ഷെ എനിക്കെന്തോ ആ ഒരു ഭംഗിയെ ഇങ്ങനെ കണ്ടാസ്വദിച്ചിരുന്നു. പക്ഷെ ഈ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു വീഡിയോസും ഫോട്ടോസും ഷോർട്സും ഒക്കെ എടുക്കാനായിട്ട്. ഒരുപാട് പേര് സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒക്കെ എടുത്തോണ്ട് വന്ന് നിൽക്കുന്നതായിരുന്നു. അപ്പൊ പിന്നെ ഞാനും എടുക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് പൂ വാങ്ങാൻ വന്നതാണ്. ഞാനിവിടെ നിന്ന് നോക്കണ കണ്ടപ്പോൾ ആ കടയിലത്തെ ചേട്ടൻ തന്നെ പറഞ്ഞു വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടതാണ്. ഞാൻ ഒട്ടും മടിക്കാതെ ഓടിപ്പോയി വീഡിയോ എടുക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തട്ടിമുട്ടിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. എനിക്കിത് ആസ്വദിക്കാനേ കൂടുതലും തോന്നിയുള്ളൂ. അങ്ങനെ വീഡിയോ എടുക്കണോ അതോ ഞാനിത് ആസ്വദിക്കണോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി വ്യൂ ആയിരുന്നു. ഞാനിവിടെ വന്നത് വൈകുന്നേരം ആയപ്പോഴാണ്. അപ്പൊ ആ ഒരു സൺസെറ്റിന്റെ ഒരു വ്യൂ അതൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നുണ്ട്. ഓണം തുടങ്ങിയപ്പോൾ തൊട്ട് ഓണം സെലിബ്രേഷന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ കയറി ഫോട്ടോസും ഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ മുമ്പിൽ തന്നെയാണ് ഇവർ കടമാരി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് തന്നെയാണ് ഇവർ വിൽക്കുന്നത്. അപ്പൊ വെള്ളാങ്കല്ലൂർ വന്നാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് പൂക്കൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഓണം കഴിഞ്ഞ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ പൂക്കച്ചവടമൊക്കെ. അത് കഴിഞ്ഞാൽ ഇവരിതൊക്കെ നല്ല വൃത്തിയാക്കി അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. പിന്നെ കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിച്ച് പൂക്കൾ കണ്ട് ആസ്വദിക്കാനുള്ളത്. അത് പറിച്ച് നശിപ്പിക്കുകയോ അതിൽ ചവിട്ടി കേടാക്കുകയോ ഒന്നും പാടില്ല. നമുക്കൊരു കാഴ്ച അവർ നമ്മൾക്ക് നൽകുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ പ്രയോഗിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അവരുടെ ഒരു അന്നം തന്നെയാണ് ഈ ഒരു സംഭവം. ഓണത്തിന്റെ ആ സമയത്താണ് അവർക്ക് ഈ ഒരു കച്ചവടമൊക്കെ നല്ലോണം നടക്കുക. അപ്പൊ നമ്മളെ ഇവര് കാണാനായിട്ടും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് അവരോടും ഒരു കടമയുണ്ട്. അത് നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് ഫോട്ടോ എടുത്ത് റീലൊക്കെ എടുത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാം. അപ്പൊ ഇനി ഓണൊക്കെ കഴിയാനായിട്ട് കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. എല്ലാവരും കാണാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് ഇതിന്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് കൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പോവുക. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം നേർന്നുകൊണ്ട് അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.